ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കി പ്രചാരണം ആരംഭിച്ച ആത്മവിശ്വാസത്തിലാണ് UDF. കഴിഞ്ഞ തവണ നഷ്ടമായ ഒരു സീറ്റും തിരിച്ചുപിടിച്ച് 20-ൽ 20 നേടുകയാണ് UDFന്റെ ലക്ഷ്യം. രാഹുൽ ഗാന്ധിയും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരളത്തിൽ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാപരമായ പ്രാധാന്യം. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ആലപ്പുഴ KC വേണുഗോപാലിലൂടെ തിരിച്ചുപിടിച്ച് 20-ൽ 20 എന്ന സ്വപ്ന നേട്ടം കൈവരിക്കണം എന്നതാണ് UDFന്റെ ലക്ഷ്യം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരരംഗത്ത് തുടരുന്നതിന്റെ പ്രതിഫലനം കഴിഞ്ഞ തവണത്തേതുപോലെ ബാക്കി 19 മണ്ഡലത്തിലും ഉണ്ടാകുമെന്നാണ് UDF കരുതുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിൽക്കുന്നതും പാർട്ടിയിലെ വിള്ളലിന് തടയിടും. അവസാന നിമിഷം സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന മാറ്റവും ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. വടകരയിൽ ഷാഫി പറമ്പിലെത്തിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിനും യുവാക്കൾക്കിടയിലെ സ്വാധീനത്തിനും ഇടയാക്കുമെന്നാണ് കരുതുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ വ്യക്തിബന്ധത്തിലാണ് UDFന്റെ പ്രതീക്ഷ. ശബരിമലയുടെ സവിശേഷ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ BJP ഉയർത്തിയ ഭീഷണി ഇത്തവണ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരവും ഇത്തവണ UDFനെ അത്ര കണ്ട് ഭയപ്പെടുത്തുന്നില്ല. മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ നേതൃത്വത്തിന് അത്ര കണ്ടില്ല എന്ന് പറയാം. തൃശൂരിൽ മുരളീധരന്റെ കടന്നുവരവ് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സുരേഷ് ഗോപിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ പിടിച്ചു നിർത്താനും ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനും മുരളീധരന് കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലുകൾക്കെല്ലാം അടിസ്ഥാനം പക്ഷേ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ശക്തമായ അടിയൊഴുക്കുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ്. ഈ അടിയൊഴുക്കിന് ഗതിമാറ്റമുണ്ടായാൽ UDFന്റെ പ്രതീക്ഷകളും മാറിമറിഞ്ഞേക്കാം. ലേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ, കൊച്ചി.